ശ്യാമരാജ്, ഇവിടെ ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ അല്ലെങ്കിൽ വിജിലൻസ് ട്രിബ്യൂണൽ ന്യായാധിപനായിരുന്ന ആളാണ്. അവിടെ ഒരു തട്ടിപ്പുണ്ടാവണം, ആ തട്ടിപ്പ് പിടിക്കപ്പെടാതിരിക്കണം. അഭിഭാഷക ബുദ്ധി വർക്കൗട്ട് ആവുന്നു. അഭിഭാഷക ബുദ്ധി വർക്കൗട്ട് ആയതുകൊണ്ടാണ് സുധീഷ് കുമാർ ഇത് സ്വർണം പൂശിയ ചെമ്പ് എന്ന് പറഞ്ഞ എഴുതി കൊടുത്ത കത്ത് ഈ വാസുവിൻ്റെ ഓഫീസ് വഴി കയറി ഇറങ്ങുമ്പോഴേക്കും പരിണാമം പ്രാപിച്ച് ആ സ്വർണം അങ്ങ് മാഞ്ഞു പോയത്. അത് കട്ടളയുടെ കാര്യത്തിൽ മാതൃകയായി കൊടുത്തു, ദ്വാരപാലകരുടെ കാര്യത്തിൽ അതേ മാതൃക തുടർന്നു. ഇനി ഇപ്പോൾ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ഈ പറഞ്ഞ മേൽക്കൂര ഉണ്ടല്ലോ, മേൽക്കൂരയ്ക്കകത്ത് എന്തോ ചോർച്ചയുണ്ടെന്ന് ഇളക്കിക്കൊണ്ട് പോകാൻ നീക്കം നടന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇളക്കിക്കൊണ്ട് പോയോ? ഇരിക്കുന്നത് ഒറിജിനൽ സ്വർണ്ണമാണോ, ഒറിജിനൽ മേൽക്കൂരയാണോ എന്നൊക്കെ എന്താണ് തെളിയണം. രാജ്യരാമൻ പോയിട്ടുണ്ടോ എന്ന കാര്യം. ശ്യാമനെ നോക്കൂ, ഇത് ഒരു കാലാകാലങ്ങളിലേക്കുള്ള തട്ടിപ്പിന് പിടിക്കപ്പെടാതിരിക്കാൻ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ വഴി ഒരു മാതൃക ഉണ്ടാക്കി കൊടുത്തു ഈ വാസു. ചെറിയ കാര്യമാണോ ശ്യാമരാജ്? ഹാഷ്മി, വാസു മാത്രമല്ലെന്ന്, വാസുവിലൊന്നും നിർത്തണ്ട. വാസു ഇവരുടെ ഇടയ്ക്കുള്ള അലിബാബി 41 കള്ളന്മാരിലെ 30ാമത്തെ 29ാമത്തേക്ക് വരത്തുള്ളൂ. അതിന് മേലേക്ക് 28 മുതൽ 1 വരെയുള്ള കള്ളന്മാർ വേറെ ഉണ്ടെന്നേ. ഈ വാസു ആരാ? ഈ പറഞ്ഞ പോലെ ട്രിബ്യൂണലിലെ അംഗമായിരുന്ന, വിജിലൻസ് ട്രിബ്യൂണലിന്റെ അംഗമായിരുന്ന ഒരാൾ, ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാള്, പിണറായി വിജയന്റെ ഒക്കെ ചങ്ങായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഒരു വശത്ത് ശബരിമലയിൽ സമരം നടക്കുമ്പോഴത്തേക്ക് മറുവശത്ത് ഇതെല്ലാം കൂടി കക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തയാള് അയാൾ തന്നെയൊന്നും അല്ലാന്നേ. അയാൾക്ക് കൃത്യമാണ്. നോക്കൂ, ഇതിനകത്ത് 2 പേരുണ്ട്. ഒന്ന് എൻ വാസു എന്ന് പറയുന്ന ആളും ഒന്ന് ഈ പത്മകുമാർ എന്ന് പറഞ്ഞ ആളും. ഒരാൾ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെങ്കിൽ ഒരാൾ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നേ. നോക്കൂ, കോടതി വിധി വരെ ലംഘിച്ചുകൊണ്ട് ഈ എൻ വാസുവിനെ പോലുള്ള ഒരാളെ ശബരിമലയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ വലിയൊരു സമരം നടക്കുന്നു. ആ സമയത്ത് തന്നെ ഇയാളെ പിടിച്ചിട്ട് അവിടുത്തെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആക്കുന്നു. 2 തവണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിടിച്ചിട്ട് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആക്കുന്നു. കമ്മീഷൻ ആക്കിയതിനു ശേഷം വീണ്ടും പിടിച്ച് പ്രസിഡന്റ് ആക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണെന്നേ. അതായത് ഇതിന് മുകളിലുള്ള ആളുകൾ അറിയാതെ ഒന്നും, ഈ വാസു മാത്രമൊന്നുമല്ല, വാസുവിന് മുകളിലുണ്ടായിരുന്ന അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒന്നും, കെ രാധാകൃഷ്ണൻ അറിയാതെ ഒന്നും, VN വാസവൻ അറിയാതെ ഒന്നും ശബരിമലയിലെ ഒരു തരി സ്വർണ്ണം പോലും പുറത്ത് പോവില്ലാന്നേ. ഇവിടെ നമ്മുടെ ഈ ഡിസ്കഷനിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കാശ്മീർ. ഞാൻ പറയട്ടെ, ഇവിടെ ആദ്യം വന്നിട്ടുള്ള നിങ്ങൾ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹസുകൾ എന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ പൂശിയത് 1.5 കിലോഗ്രാമോളം സ്വർണ്ണമാണെന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നേ. ഇപ്പൊ നമ്മൾ എത്ര ഗ്രാമിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നത്? 981 ഗ്രാം. അവിടെ തന്നെ 1/2 കിലോഗ്രാമോളം സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ കഥയില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ UB ഗ്രൂപ്പിന്റെ, അതും നിങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്താണ്, UB ഗ്രൂപ്പിന്റെ അമാൽഗമേഷൻ വിദഗ്ധരുണ്ട്. അമാൽഗമേഷൻ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തെ കുറിച്ചിട്ടൊക്കെ വൈദഗ്ധ്യമുള്ള ആള്, ഒരു സെന്തിൽനാഥ് എന്ന് പറഞ്ഞ എറണാകുളംകാരൻ. അദ്ദേഹം പറഞ്ഞത് 99-ൽ UB ഗ്രൂപ്പ് 5 കിലോഗ്രാം ശബരിമലയിൽ കൊടുത്തു എന്നാ. ഇന്ന് 5 കിലോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോഴും ചർച്ച അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ കള്ളന്മാര് കട്ടെടുത്തോണ്ട് പോയെന്ന്. അവിടെ സംഭവിച്ചിട്ടുള്ളത് എൻ വാസുവിനെ ഉപയോഗിച്ച്, എ പത്മകുമാറിനെ ഉപയോഗിച്ചിട്ട്, ഈ പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പെരുങ്കള്ളനെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കെട്ടു. അത് തന്നെയാണ് ഇവരുടെ ദേവസ്വം ഭരിച്ചിരുന്ന ഇവരുടെ നേതാക്കന്മാർ കേട്ടു. ഇവിടെ നോക്കൂ, ഇവിടെ ഇവർ പറയുന്നത് കേട്ടു. ഞാൻ ഇന്നലത്തോടെ ചർച്ചകൾക്ക് പങ്കെടുക്കുമ്പോൾ ഇവർക്ക് ഈ വാസു ഇതുപോലെ ഒരു പെരുങ്കള്ളനെ വിളിക്കുക സാറ്. ഇവർക്ക് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്നേ. ഇവരുടെ സാറാണ്. ഇവർക്ക് ഈ സാറുമാരെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? എന്തായാലും പഠിപ്പിക്കുന്ന ആൾക്കാരാണ് സാറ്. ഇവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കള്ളത്തരം പഠിപ്പിക്കുന്ന, കൊള്ള പഠിപ്പിക്കുന്ന സാറാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് സാറിന് ഇവർക്ക് വിളിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കൂട്ടുകച്ചവടം തന്നെയാണ്, ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ. അതല്ലാതെ ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ നിന്നും, ശബരിമല പോലെ ഒരു വലിയ ക്ഷേത്രത്തിൽ നിന്നും ഈ 5 കിലോഗ്രാം സ്വർണ്ണമൊന്നും അത് ദേവസ്വം പ്രസിഡന്റും ദേവസ്വത്തിന്റെ മന്ത്രിമാരും അറിയാതെ ഒന്നും പോകൂല ഹാഷ്മി. ഇവിടുത്തെ പോലീസ് അറിയാതെ, ഇവിടുത്തെ സംവിധാനങ്ങൾ അറിയാതെ, അതിനകത്ത് വലിയ ബുദ്ധിയൊന്നും വേണ്ടാന്ന്, അതിനകത്ത് ഇത്ര തെളിവിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ പറയുന്നൊരു നാണം, ഒരു കാര്യം കൂടി, പറയുന്നൊരു നാണം വേണ്ട ഹാഷ്മി. ഉണ്ണികൃഷ്ണൻ പോയിട്ട് VHP കാരനാണ് പോലും. എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഈ തെളിവ്? ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഏത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒപ്പം ഇരുന്നിട്ട് ചായ കുടിക്കുന്ന, കല്യാണത്തിന് പോകുന്ന, അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് VHP കാരനാണത്രേ. പറയുന്നതിനോട് ശബരിമലയിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കയറി ഇറങ്ങി അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാളും ദേവസ്വം മന്ത്രിയെക്കാളും സ്വാധീനമുള്ള നിങ്ങൾ ഭരിക്കുമ്പോ അങ്ങനെ സ്വാധീനമുണ്ടാക്കിയ ഒരു വ്യക്തി VHP കാരനാന്നൊക്കെ പറയാൻ ചില്ലറ നാണോ എന്ന് പോലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.